ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് CMF എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊഡക്റ്റായ നെക്ക് ബാൻഡ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഇയർഫോണിനെ കുറിച്ചുകൊണ്ടാണ്. ഞാൻ ഈ ഒരു വീഡിയോയുടെ ഓഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റിലാണ്. വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് ഇവരുടെ തന്നെ നത്തിങ് ഫോൺ 2A എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ഫോണിൽ 4K 30 ഫ്രെയിം സെക്കൻഡ് ഇട്ടുകൊണ്ടാണ് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത്. സോ രണ്ട് ഗുണമാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ നത്തിങ് ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ വീടിന് പുറത്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ മറ്റ് സൗണ്ടുകൾ കാര്യമായിട്ടുണ്ടാകും. ഒരണ്ണാൻ എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ കുറേ നേരമായി നിർത്തുന്നേ ഇല്ല. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ കാത്തിരുന്നു. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അണ്ണാൻ കരച്ചിൽ നിർത്തും. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ അവിടെ നിന്ന് അണ്ണാൻ വീണ്ടും തുടങ്ങും. ആ ഒരു അവസ്ഥയിലാണ്. ഇനി ഒരു ചെമ്പോത്ത് കൂടെ വരും. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഇതിൻ്റെ ഓഡിയോ ക്യാപ്ചറിങ് ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. 2000 രൂപയ്ക്കാണ് നോർമലി അവരിത് സെല്ല് ചെയ്യുന്നത്. ഇതൊരു പുതിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഓഫ് കോഴ്സ് യെസ്, ഈ ഒരു നെക്ക് ബാൻഡ് വരുന്നുണ്ട്, കുറച്ച് ഇയർ ടിപ്സ് വരുന്നുണ്ട്, അതുകൂടാതെ കുറച്ച് പേപ്പേഴ്സും വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത്. ആ ഒരു ചാർജിങ് കേബിൾ മിസ്സിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നത്തിങ് എക്സ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. അത് ആപ്പ് സ്റ്റോറിലും, അതായത് ഐഫോണിലും അവൈലബിൾ ആണ്, ആൻഡ്രോയിഡ് ഫോണുകളിലും അവൈലബിൾ ആണ്. നിങ്ങൾ നത്തിങ് ഫോണാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ആ ഒരു ആപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ വേണം എന്നുള്ളത്, ഡബിൾ പ്രസ്സിൽ എന്തൊക്കെ വേണം, ട്രിപ്പിൾ പ്രസ്സിൽ എന്തൊക്കെ വേണം, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും ഓഫ് ചെയ്യാനായിട്ട് അതിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം, പിന്നെ ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി ഇതിൽ പോസിബിൾ ആണ്. അതായത് അറ്റ് എ ടൈം 2 ഡിവൈസിൽ ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ലേറ്റസ്റ്റ് ടെക്നോളജികളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഫാസ്റ്റ് പെയറിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ് വരുന്നത്. ഈ ഒരു ഇയർ ടിപ്പ് തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാവും, ഓണാവും. ആ ഒരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ബട്ടണോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സോ ആ ഒരു ഏരിയയിലെല്ലാം അടിപൊളിയാണ്, നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡിസൈനിൽ ഈ ഒരു റൊട്ടേറ്റിംഗ് ഡയലാണ് എന്നെ ഹഠാത് അങ്ങ് ആകർഷിച്ചത്. ഒരു സംശയവും ഇല്ല അതിൽ. ഞാൻ ഇതിന് മുന്നേ ഉപയോഗിച്ചിരുന്നത് OnePlusൻ്റെ നെക്ക് ബാൻഡാണ്. ഓക്കെ, ആ ഒരു നെക്ക് ബാൻഡിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കര രസമായി ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. കാരണം വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ടും ഈ ഒരു ഡയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സാധിക്കും. ഇനി ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 50 dBയുടെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുവിധം സൗണ്ടുകളൊന്നും നമ്മുടെ ചെവിട്ടിലോട്ട് എത്തില്ല. ഇത് ചെവിട്ടി വെക്കുമ്പോൾ തന്നെ ആ ഒരു പ്രഷർ വന്ന് ചെവി അടയുന്നത് നമുക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാനും സാധിക്കും. കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ചെവി അടയുമ്പോൾ ആ ഒരു പ്രഷർ ചെവിട്ടിലേക്ക് വെക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ട്രാൻസ്പെറൻസി മോഡിൽ ഇടുമ്പോൾ ഓഫ് കോഴ്സ് യെസ്, പുറമേ എന്ന് പറയുന്ന സൗണ്ട് നമുക്ക് ഇതിൽ കൂടെ കേൾക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മൈക്ക് ക്യാപ്ചർ ചെയ്തിട്ട് അത് ഈ ഒരു സ്പീക്കറിലൂടെയാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. അത് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ചെവിക്കും അതേപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, യൂസറായിട്ട് വരുന്നുണ്ട്. സോ ഒരു ANC ഫീച്ചർ എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് പോയിന്റ് കൂടി നോക്കുമ്പോൾ 13.6 mm ഡ്രൈവറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാസ്, നല്ലൊരു ബേസ് നമുക്ക് ഓരോ പാട്ടിലും സിനിമ കാണുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സ്പേഷ്യൽ ഓഡിയോ ടെക്നോളജി ഇതിൽ വരുന്നുണ്ട്. ഞാൻ യൂട്യൂബിൽ 1-2 വീഡിയോസ് ഈ സ്പേഷ്യൽ ഓഡിയോടെ നോക്കി. അതൊക്കെ ഇങ്ങനെ പറഞ്ഞ പോലെ 360 ഡിഗ്രിയിൽ കറങ്ങി വരുന്നുണ്ട്. മേ ബി അത് ആ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്തതിൻ്റെ ഉണ്ടാവും, കുറച്ചൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉണ്ടാവും. എന്തായാലും 2000 രൂപയ്ക്ക് ഉള്ള ആ ഒരു സ്പേഷ്യൽ ഓഡിയോ, അതിനുള്ളൊരു എഫക്റ്റ് ഈ ഒരു ഹെഡ്ഫോൺ വരുന്നുണ്ട്. സോ അവിടെയും പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും പറയാനായിട്ടില്ല. ഇനി ഓഡിയോ നമ്മൾ കോൾ ചെയ്യുമ്പോഴും കാര്യങ്ങളെല്ലാം അവിടെയും പ്രശ്നമൊന്നുമില്ല, നല്ല രീതിക്ക് അങ്ങോട്ട് കിട്ടുന്നുണ്ട്. നമ്മളുടെ നോയ്സ്, പുറമേ നിന്നുള്ള സറൗണ്ടിങ് നോയ്സൊക്കെ അത്യാവശ്യം ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ നോയ്സ് മാത്രം ക്യാപ്ചർ ചെയ്തോട്ട് അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കുന്ന ആൾക്കും അവിടെ നിന്നുള്ള ഇങ്ങോട്ട് കേൾക്കുന്ന വോയിസൊക്കെ അടിപൊളി തന്നെയാണ്. അവിടെയും പ്രശ്നങ്ങൾ പറയാനായിട്ടില്ല. ഒരു നെഗറ്റീവ് പറയാനായിട്ടുള്ളത് ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ ഞാൻ അത്ര ഇംപ്രസ്ഡ് അല്ല. കാരണം നല്ല രീതിക്ക് ആ ഒരു ലേറ്റൻസി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഗെയിമിങ് നിങ്ങളുടെ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നോർമലി ഒരുവിധം എല്ലാ ഡിവൈസിലും ഡോൾബി അറ്റ്മോസിൻ്റെ ഓഡിയോ ട്യൂണിംഗ് ആണ് കൊടുക്കാറ്. ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഡിറാക്കിൻ്റെ ഓഡിയോ ട്യൂണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. DIRAC. നമ്മുടെ ഡോൾബി അറ്റ്മോസ് പോലെ തന്നെ മറ്റൊരു ഓഡിയോ ട്യൂണിംഗ് ആണ് വരുന്നത്. സോ ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഏതാണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ബെറ്റർ ആയിട്ട് പറയാനുള്ളത് ഡോൾബി അറ്റ്മോസ് ആണ് നന്നായിട്ടുള്ളത്. കാരണം
അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ബേസ് ഇച്ചിരി കുറവാണ്. കുറേ കൂടിയും ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് സൗണ്ടുകൾ, വോക്കൽ ഒക്കെ കുറച്ചും കൂടിയും അങ്ങനെ എന്താ പറയുക, ഒരു ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ നേരെ ഡോൾബിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടിയും പതിഞ്ഞ സൗണ്ടാണ്, കുറച്ചും കൂടി സ്മൂത്താണ്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഡോൾബി അറ്റ്മോസിൻ്റെ ട്യൂണിംഗ് ആണ്. ഇത് മോശമാണെന്നല്ല പറയുന്നത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിവിടെ ഷെയർ ചെയ്തു എന്ന് മാത്രം. എന്തായാലും ഓഡിയോ ക്വാളിറ്റിയുടെ, പ്രത്യേകിച്ച് കോളും കൂടി വരുമ്പോൾ ഒരു തരത്തിലുള്ള നെഗറ്റീവും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ പറയാനായിട്ടില്ല. എല്ലാം അടിപൊളിയാണ്. IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷെ വെള്ളത്തിൽ മുക്കുക, ഡയറക്റ്റ് മഴ നനയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാശമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കമ്പനി അവകാശപ്പെടുന്നത് 36 മണിക്കൂറിൻ്റെ പ്ലേ ബാക്ക് കിട്ടുമെന്നുള്ളതാണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതിന് ശേഷം ഇതുവരെ ഇത് ചാർജ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം 8 ദിവസത്തോളമായി. ഒരു ദിവസം എന്തായാലും ഒരു 4-5 മണിക്കൂർ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. സോ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫും ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും കുത്തി നിറച്ച് വെച്ചിട്ടുള്ള ഒരു കിടിലൻ പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. ഡുവൽ ഡിവൈസ് കണക്ടിവിറ്റി വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 5.3 വരുന്നുണ്ട്, സ്പേഷ്യൽ ഓഡിയോ ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്, ANC വരുന്നുണ്ട്, 13.6 mm വലിയൊരു ഡ്രൈവർ തന്നെ വരുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു കിടിലൻ പ്രൊഡക്റ്റ് തന്നെയാണ്. IP റേറ്റിംഗും വരുന്നുണ്ട്. സോ OnePlus വേണോ, ഓപ്പോ വേണോ, ഈ ഒരു പ്രൊഡക്റ്റ് വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്തായാലും ഇത് എടുത്തു കഴിഞ്ഞാൽ അധികം നിരാശപ്പെടേണ്ടതായിട്ട് വരില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.